ആലത്തൂരിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ശ്യാമം, ആലത്തൂരിൽ ഇപ്പോഴത്തെ ഒരു വോട്ടേഴ്സ് എങ്ങനെയാണ്? പോളിംഗ് ബൂത്തിലേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഈ കനത്ത ചൂട് അത് വോട്ടെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ മണ്ഡലത്തിൽ? ഉന്മേഷ, ഒരു 12 മണിക്ക് ശേഷമാണ് ആലത്തൂർ മണ്ഡലത്തിൽ പല പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടിങ്ങിന് എത്തുന്ന വോട്ടർമാരുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവുണ്ടായത്. അപ്പോഴും വോട്ടർമാർ വന്നുകൊണ്ടിരുന്നു. അതിൽ കൂടുതലും സ്ത്രീകൾ തന്നെയായിരുന്നു. നമ്മൾ ഈ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തരൂർ നിയമസഭാ മണ്ഡലത്തിലെ ഒരു പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ ഇപ്പോൾ തന്നെ 56%-ലധികം ഇപ്പോൾ സ്ത്രീകളുടെ എണ്ണം, പോളിംഗിന് വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലായിട്ട് തന്നെ കാണാം. ദൃശ്യങ്ങളിലൊക്കെ കാണാം. വീടുകളിൽ നിന്ന് ഇപ്പോൾ സ്ത്രീകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് തരൂർ നിയമസഭാ മണ്ഡലം. അവിടേക്ക് തന്നെ ഇപ്പോൾ വോട്ടർമാർ, സ്ത്രീകൾ കൂടുതലായി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണുകയും ചെയ്യാം. ഏകദേശം വൈകുന്നേരത്തോട് അടുക്കുന്ന സമയത്ത് എല്ലാ മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് നടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ വോട്ടർമാർ, അതും സ്ത്രീ വോട്ടർമാർ കൂടുതലായി ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വൈകുന്നേരത്തെ പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലെയും കാഴ്ച. ആലത്തൂരിൽ ഇത്തവണയും കഴിഞ്ഞ തവണ തന്നെ സമാനമായ പോളിംഗിലേക്ക് പോകുമെന്നുള്ളതാണ് ഒരു സ്ഥിതി. ഉച്ചയ്ക്ക് 12-ന് ശേഷം പല സ്ഥലങ്ങളിലും 40-ന് മുകളിൽ 40 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെട്ടിരുന്നു. 3 പേർ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ചൂടിനെ പോലും അവഗണിച്ചാണ് ഇപ്പോൾ വോട്ടർമാർ കൂടുതലായി പോളിംഗ് സ്റ്റേഷനിൽ